അത് യൂസ് ആക്കിട്ട് ഫോൺ ഉള്ളിൽ വെക്കവേ. ഫോണേ യൂസ് നെക്കിട്ട് ഉള്ളിൽ വെക്കവേ. മന്ദാരത്തെ മൂത്രം കുടിക്കുന്നുണ്ടാ? ഇങ്ങനെ ഇറങ്ങുവോ? ഞാൻ ഇറങ്ങും ഇന്ന് തന്നെ ഇറങ്ങിയിട്ട് മറ്റേ TK47 അവന്റെ ചുണ്ണി ചപ്പാനല്ലേ ഞാൻ പൊക്കോളാം. കാണുന്നില്ല, ദൈവത്തിനെ കാണുന്നില്ല. ദൈവത്തിന് ആരും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ചന്ദ്ര സ്റ്റുഡിയോ എടുത്താണോ? പൈസ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. പൈസ ഉണ്ടാകണ കഷ്ടപ്പെട്ടാണേ. പൈസ ഇല്ലെങ്കിൽ നമുക്ക് പൈസ, നമ്മുടെ പൈസ ഇല്ലെങ്കിൽ ഇതുപോലത്തെമാരെ കാണേണ്ട വരും. അൾട്ടിമേറ്റ് അത് ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യണം. പറടാ. ചന്ദ്രൻ കുഞ്ഞിക്കാൻ പറഞ്ഞു ഏറെ കൊടുക്കോ? അവന്റെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം ഞാൻ പൈസ കൊടുത്ത് മേടിക്കണേ. അണ്ണ ഒന്ന് ചിന്തിച്ചു നോക്ക്. 2000 കോടി ബിസിനസ്. 2000 കോടി എങ്ങനെ പറ്റിച്ചുണ്ടാക്കൂ. റെഡ്യൂസല്ലേ PC കേടായെന്ന് വിചാരിച്ചാ മതി. ചെയ്താലാ നീ പറഞ്ഞാ നിന്നെ എന്തായാലും പൊക്കും. വാസണ്ണന് AR അടക്കം കിട്ടിയപ്പോ വാസണ്ണന് ബേന് കിട്ടൂല. വാസണ്ണൻ പറയും എന്റെ AR പോയി കേട്ടോ. ഇല്ല അതൊന്ന് ഞങ്ങൾക്ക് ഇട്ട് നോക്കിട്ട് വർക്കാന്നാ. വർക്കൊക്കെ ആവും. പിന്നെ AR വർക്ക് ആവാതിരിക്കാൻ എന്ത് അല്ല നോക്ക. അല്ല ഇപ്പൊ ബഗ് ഉണ്ട് അതറിയില്ല. ഇപ്പൊ ഗെയിം ചെയ്താലും ഡബിളായി കിട്ടും. ഡബിളായി കിട്ടു. അങ്കുന്താ ഞാൻ കാണിച്ചരാ. ഡബിളായി കിട്ടു. നിന്റെ സ്കാം ഒക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. അല്ല തമാശയല്ല. നോക്ക് വേണം കോച്ചിനോട് ചോദിക്കും. ഇന്നലെ അങ്ങനെ ആക്കിനല്ല. ഇന്നലെ കത്തി ഉണ്ടായി. കത്തി ഡബിളായി. വാസൻ സാധനം ഉണ്ടോ? ഗണ്ണ് ഉണ്ടാക്കുന്ന സാധനം ഉണ്ടോ? ഹലോ കോച്ച്. റോബർ സ്റ്റാർട്ട് ആയോ? റോബർ അല്ല ബഗ്ഗായി. ബഗ്ഗായിരിക്കടാ സത്യം. അത് ബഗ്ഗായി കാണുമല്ലേ? രണ്ടാളായി കാണുമല്ലേ? ആര്? വാസന രണ്ടായ? ഞാൻ രണ്ടായില്ല, ഞാൻ ഒന്ന് തന്നെയാണ്. അല്ല രണ്ടായ ബഗ്ഗാ അത്. ഐറൺ വേണം. ഐറൺ അതില് ഗണ്ണുണ്ടാക്കാൻ പറ്റും. ഇന്നലെ ഒരു വണ്ടി ഇതാക്കിയപ്പോ കട്ടിയാ. ഇതൊക്കെ നീ തന്നെ എടുത്തോ മോനെ. എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതി. അല്ല ഇതെന്നാ മതി. അയൺ ഏറെന്നാ അയണല്ല ഐറൺ. വായിക്കാറില്ലല്ലേ? AR ഉണ്ടാക്കാൻ പറ്റൂ. ഇപ്പൊ ഒരു ഐറൺ വെച്ചിട്ട് 4 കിട്ടും. 4 കിട്ടുമോ? അയ്യോ എനിക്ക് ഒരെണ്ണം മതിയടാ. ഇത് കണ്ട ക്രാഫ്റ്റിംഗ് ആണ്. നീ ഇത് 4 ആക്കിയിട്ട് നീ എടുത്തോ AR. അല്ല ഇല്ല അത് കുഴപ്പമില്ല. നീ 4 വെച്ചോടാ. എനിക്ക് ഒരെണ്ണം മതിയടാ. ഞാൻ അങ്ങനെ അധികം ഇങ്ങനെ AR യൂസ് ചെയ്യണം. വെളിയിലോട്ടാ. കയ്യിലെ എല്ലാத்தையும் വിത്ഡ്രോ ചെയ്തു. A ക്ലാസ് കള്ളനാണോ ഇത്? എവിടെ ഗിവ് ചെയ്യണം? ബാങ്ക് എടുത്തിട്ട് അതല്ല ഇൻവെന്ററി ഓപ്പൺ ചെയ്തിട്ട് താഴത്തെ 0 അവിടെ കയ്യിലുള്ള എമൗണ്ട് 1 രൂപ കിട്ടി. 1 രൂപ കിട്ടിയ 1 രൂപ. കിട്ടിയോ? കിട്ടി. ഇപ്പൊ എത്രയായി കയ്യില്? എന്റെ കയ്യില് യൂണിറ്റ് 10 100,000 10,000 യൂണിറ്റ് 10 100,000 10,000 lakh 10 lakh crore 10 crore 100 crore. ഹാപ്പിയാ? യൂണിറ്റ് 10 100 യൂണിറ്റ് 10 100,000 10,000 lakh 10 lakh crore 10 crore 10 crore കള്ളൻ. വാസണ്ണനാ ഞാൻ. മുന്നാടി ഒരു 10 crore ഒരു സ്ഥലം മൊത്തം
പിന്നെ 40 കോടി വന്നല്ലേ ഒരു പീരീഡ് പൈസ ഇടാ ഓ ഇതെങ്ങനെ ഇതൊന്നും വർക്കാവൂലേ അതിനകത്താ ഇവിടെ അല്ലേ ഇത് ആരടി അലക്കണേ പേഴ്സണൽ ബാങ്കിങ് കുറച്ച് പൈസ എനിക്കരോ കടായിട്ട് മതി ഫ്രീയായിട്ട് തരണ്ട കടായിട്ട് മതി നാളത്തെ യൂണിറ്റ് 10,100,000 വാസന്റെ 5000 എനിക്ക് കിട്ടിയ ഞാനൊരു 1000 കോടി ഉണ്ടാക്കി തരാം അതാണ് വെറുതെ അല്ല തരോ ഹലോ എനിക്ക് നിന്റെ ഒന്നും വേണ്ട ഒന്നും വേണ്ട ദയവ് 1000 കോടി വേണ്ട വേണ്ട ഒരു AR വെച്ചിട്ട് വേണ്ട 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 ഒരു കുഴപ്പമില്ല യൂണിറ്റ് 10,100,000 10,000 ലാക്ക് 10 ലാക്ക് ക്രോർ 10 ക്രോർ 50 കോടി 50 കോടി ആയ 50 കോടി വാ 50 കോടിയേ ഉള്ളൂ ഉച്ചരി ഒരു 50 കോടി തന്നെ നീ എന്റെ 20 കോടിയേ ഉള്ളൂ ഉള്ളതാ പെട്ടെന്ന് ട്രാൻസ്ഫർ ഞാൻ എല്ലാവർക്കും പിച്ച കൊടുക്കുന്ന ബാ പറഞ്ഞു പോയത് അവൻ എന്നോട് പറഞ്ഞു പോയത് കേട്ടോ പക്ഷേ ஒழுங்கா அப்படி இது பண்ணியிருந்த பாண்ட் பண்ணியிருந்த நிலைமை உனக்கு தேவையா வா കോച്ച് ഗ്യാങ്ങിലിരുന്ന ഫണ്ട് മൊത്തം ചന്ദ്രൻപുണ്ട് എടുത്തു പോയി ബോണ്ടാക്കി അവൻ ഇത് മേടിച്ച് മതാര ഒന്ന് പെട്ടെന്ന് വരുവാടാ ബാങ്കിന്റെ ഫ്രണ്ടിലോട്ട് മെയിൻ ബാങ്കിന്റെ ഫ്രണ്ടിലോട്ട് മെയിൻ ബാങ്കിന്റെ ഫ്രണ്ടിലോട്ട് നീയും വാടാ പെട്ടെന്ന് വരണടാ കുറച്ച് സീനാണ് ആ വന്നു അറിയാണ്ട് പോയാന്നല്ലോ 100,000 ലാക്ക് 10 ലാക്ക് 61 ലക്ഷം എന്റെ കയ്യിലുണ്ട് എത്ര ആയിട്ട് 19 കോടി മതിയല്ലേ 1 കോടി ആവശ്യണ്ടേ 20 കോടി 10 ലക്ഷം കുറവുണ്ട് മതി കുഴപ്പമുണ്ടോ 10 ലക്ഷം കുറവുണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കണ്ടേ അതാ പറയുന്നത് AR തന്നാ നമുക്ക് ഉണ്ടാക്കാം നീ ഇത് ആദ്യം എടു ബാക്കി നമുക്ക് 100,000 10,000 ലാക്ക് 10 ലാക്ക് ക്രോർ 10 ക്രോർ ഐഡിയ പറയേ 699 കിട്ടിയാ തെറിവിളിക്കല്ലടാ അല്ലല്ല ഈ നിൽക്കുന്ന ചേച്ചി ഞെക്കാൻ പറ്റുന്നില്ല അല്ല ബാങ്ക് തുറക്കാൻ പറ്റുന്നില്ല ബുദ്ധിമാണ് കുറച്ച് കിട്ടി ഇവൻ എന്ത് സാധനമാണ് ഇവൻ ഹലോ ബാബാ ഇവിടെ ഡെപ്പോസിറ്റ് 19 യൂണിറ്റ് 10,100,000 10,000 ലാക്ക് 10 ലാക്ക് ക്രോർ 10 ക്രോർ ലക്ഷം എന്തിയടാ നമുക്ക് ബസ്സിൽ പോയി ലക്ഷം കൂടെ വന്നടാ ലക്ഷം കൊണ്ട് വന്നോ കുറച്ച് പൈസ ആവശ്യം ഉണ്ടായിരുന്നടാ കയ്യിലെന്തെങ്കിലും ഉണ്ടോ പിന്നെ എത്ര ഉണ്ടാവും എന്റെ കയ്യില് 25 ലക്ഷം അല്ല 25 കോടി വാസവണ്ണ ഞാൻ പറയുന്ന കയ്യാർത്താൻ ഞാൻ ഉണ്ടാക്കി തരാം 2000 കോടി 699 25 കോടി 20 കോടി അയക്കേ നമ്പർ അയക്കോ നമ്പർ പിന്നെ മാറിയില്ലടാ മുച്ചറി കിട്ടിയോ വണ്ടി വാങ്ങാന്ന് വണ്ടിയാണോടാ നമ്മുടെ ഇമ്പോർട്ടന്റ് കാര്യം അല്ല അതല്ല ഇമ്പോർട്ടന്റ് വണ്ടി ഇമ്പോർട്ടന്റ് അതിലും എന്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് വാസണ്ണൻ എന്തിനാ പൈസ അത് ഞാൻ പറയാൻ ശരി അത് ഒരു സീരിയസ് ആണ് കാര്യം പറയട്ടെ ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ 20 കോടിയിൽ എത്ര പൂജ്യം ഉണ്ട് 100,000 10 ലാക്ക് ക്രോർ 10 ക്രോർ 8 പൂജ്യം ഉണ്ട് 1 2 1 4 5 6 7 8
ഓക്കെ ഐ ഡി 799 ഐ ഡി 709 പ്രൈവറ്റ് ബാങ്ക് ഉണ്ടോ പവർ ബാങ്ക് ഉണ്ടോ ചന്ദ്ര ഐ ഡി വരെ എടാ എന്റെ പവർ ബാങ്ക് 699 ചന്ദ്ര മെയിൻ ബാങ്കിനോട് മച്ചറി ആ താങ്ക് യു മോനെ അത് യൂസ് ആക്കിട്ട് ഫോൺ ഉള്ളിൽ വെക്കബേ എന്തിന് ഫോണേ യൂസ് നെക്കിട്ട് ഉള്ളിൽ വെക്കുന്നു ബക്കബേ അതെന്ത് വെക്കബേൻ ബക്കബേ വെക്ക് ഉള്ളില് വെക്ക് ഇൻവെന്ററിന് ഇങ്ങനെ കൈ എടുത്തിട്ട് ഏറ്റവും ഉള്ളിൽ ഇങ്ങനെ വെക്ക് കണ്ടാ ബെച്ചു ആ മന്ദാര പറയ് മന്ദാരത്തെ മൂത്രം കുടിക്കുന്നുണ്ടാ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്താ എന്താ ചോദിച്ചോ മൂത്രം കുടിക്കുന്നുണ്ടോ എന്റെ ഫോൺ മൂത്രം കുടിക്കുന്ന മൂത്രം കുടിക്കുന്നതാ കുടിക്കുന്നല്ല പൊടിക്കുന്നുണ്ടാന്ന് ബീത്താൻ പൊടിക്കുന്നാന്ന് ട്രാൻസ്ലേറ്റ് മൂത്രം ഒഴിക്കാൻ തോന്നുന്നുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. അനങ്ങിക്കൊണ്ടിരിക്കുന്ന അതാ ചോദിച്ചേ എല്ലാരും ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കും മൂത്രം പൊടിക്കുന്നു ആ എടാ നിന്റെ പൈസ കിട്ടിയേ മന്ദര ഒന്ന് വന്നടാ ആകെ പെട്ട് നിക്കാണ് ഒരു നമ്മുടെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിട്ടേ നിന്റെ ഫണ്ട് എന്തെങ്കിലും ഇരിപ്പുണ്ടോ ഇല്ല എന്റെ ഒരു 1,82,00,000 ഉണ്ട്. എന്നാ ഒരു കോടി രൂപ വയ്ക്കുവോ ആ അയച്ചരാ അത് 699 കയ്യില് മതിയോ? കയ്യിലുണ്ട്. എങ്ങനെ ഇവന്റ് ജയിച്ചായിരുന്നു അപ്പൊ കിട്ടിയതാ. ആ അത് കൊള്ളാം എന്തായാലും കൊള്ളാം ചന്ദ്രൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞ മെയിൻ ബാങ്കിന്റെ ഫ്രണ്ടിലോട്ട് എന്ത് പറ്റിയാണ്? ആ 10, 100, 1000, 10,000 lakh, 10 lakh crore. ഹലോ പെണ്ണെ പേരെന്താ? നടാശയാ മറ്റേ എനിക്കറിയാം. എന്താ ചന്ദ്രൻ വന്നടാ അണ്ണ ഒരു പ്രീമിയം കാറാണ് അളിയാ ഭാഷ അളിയാ അണ്ണാ കാറെങ്ങനുണ്ട്? ചന്ദ്ര ഹലോ ഹായ് അണ്ണാ സുഖങ്ങളൊക്കെ തന്നെ. ഓ നദാശ ഓ സുഖങ്ങള് തന്നെ അപ്പൊ എണീല് അപ്പിയാ എന്താ പൈലേ എന്താ മാറിക്കോ അടിച്ചിട്ട് കവള പൊളിച്ചില്ല കേട്ടാ എന്നാ ഭിത്തിയിലൊട്ടിച്ചോളയോ അങ്ങോട്ട് മാറി. അഴുക്ക ചെറുക്ക നമ്മളെ തിരുവനന്തപുരം കളിയാക്കാടാ നീ അഴുക്ക പൈലേ എനിക്കറിയാം. ഞാൻ ഒരിക്കൽ ട്രിവാൻഡ്രം സ്ലാങ് സംസാരിച്ചെന്ന് അയ്യേന്ന് പറഞ്ഞിട്ട് പോയി. അയ്യേന്നാ തള്ള അപ്പി നമ്മുടെ തിരുവനന്തപുരം നിങ്ങൾ അന്ന് അങ്ങനെ എന്റെ അടുത്ത് സംസാരിച്ചപ്പോ എനിക്ക് ഹേർട്ടായി. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ ആ ഭാഷ സംസാരിക്കത്തില്ല. ഇല്ല ഈ ചന്ദ്രണ്ണൻ എന്തിനു വർത്തത് അണ്ണാ നമ്മള് തിരുവനന്തപുരത്ത് പറഞ്ഞോടണ്ണ എനിക്കത് വിഷയമായ അണ്ണ. നമ്മള് തിരുവനന്തപുരല്ലേ നമ്മള് ജസ്റ്റ് പണ്ണ ചന്ദ്രണ്ണ കാര്യമായിട്ട് എടുക്കരുത്. നമുക്ക് കുറച്ച് കണക്ഷൻസ് ഒക്കെ ഉണ്ട് സംസാരം നല്ല രസം. അറിയാവുന്നവരുണ്ടെന്ന് പറഞ്ഞാണ് അണ്ണാ എന്താണ് വിളിച്ചേ അവന്റെ പിയോഗണ്ടാ നീ പറഞ്ഞ അണ്ണ എന്തിനു പരിപാടി ഇവിടെ? ഞങ്ങള് ബാങ്കിന്റെ ഫ്രണ്ടില് ബാങ്കില് കുറച്ച് പൈസ എടുക്കാൻ ഓ റിച്ച് റിച്ചാ. ഒരു 500 crore ട്രാൻസാക്ഷൻ ഓ മൈ ഗോഡ്. നിങ്ങളെ ഒരു ഗാങ്സ്റ്റർ ആകുമ്പോ അത്രയൊക്കെ വേണം. അതിനേക്കാൾ കൂടുതലുണ്ട്. ഇപ്പൊ ജസ്റ്റ് ട്രാൻസാക്ഷൻ ആക്കാൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഒരു മുട്ടായി മേടിക്കാൻ മാത്രം 500 അണ്ണന്റെ ഭാര്യ വന്നില്ല.
അതുകൊണ്ട് ഇന്ന് എനിക്ക് 50 കോടി തരാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. ചന്ദ്രൻ അണ്ണന്റെ ഭാര്യ ഇവിടെ നിന്റെ കയ്യിൽ എത്ര ഉണ്ട്? അവളെ ഇവിടെ പൈസ ഉണ്ട്. കിട്ടാൻ മാത്രം. ഇപ്പൊ വരാമേ. ചന്ദ്ര, ഗ്യാങ് ഫണ്ട് ഒരു നമ്മുടെ ഗ്യാങ് ഫണ്ട് തരുന്ന ബോണ്ട് ആക്കാൻ വേണ്ടിട്ട് നീ കൊടുത്തില്ലായിരുന്നു ആ ഒരു ഫണ്ട് എനിക്ക് വേണം. അണ്ണ ബോണ്ട് ആക്കിയല്ലോ അണ്ണൻ 600 കോടി. അണ്ണൻ 600 നീ എടുത്താക്കിയില്ലായിരുന്നു അത്? അണ്ണന്റെ കാശ് ഞാൻ എങ്ങനെ എടുക്കാൻ? ഇത് അണ്ണന്റെ സേഫ് ലോക്കറിലാണ് വെച്ചിരുന്നത്. എന്റെ ലോക്കർ ലീഡറിനും കോ ലീഡറിനും ഒറ്റ ലോക്കറേ ഉള്ളു അവിടെ. അണ്ണ ആ ലോക്കറിലുള്ള കാശല്ല ഞാൻ എടുത്തായിരുന്നു. അത് മറ്റേ ഇത് പൈസ അതെന്റെ അക്കൗണ്ടിൽ അത് കാശല്ല, അത് കാശല്ല. അത് എത്ര 10 ലക്ഷം 20 ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ബ്ലാക്ക് ആയിരുന്നു. 600 കോടി അണ്ണന്റെ കയ്യിലുണ്ട്. അണ്ണന്റെ കയ്യില് അണ്ണാ എനിക്ക് ഞാൻ തൊട്ടിട്ടില്ല. ദേ അണ്ണാ ദേ കണ്ടില്ലേ എന്റെ സമ്പാദ്യം മൊത്തം കൊടുത്ത് ഞാൻ വാങ്ങി 2 കാർ അത് കിടക്കണ. എത്ര രൂപ അത് രണ്ടും? അത് 2 കൂടി 300 കോടി. അപ്പൊ എനിക്ക് മനസ്സിലായി ഗ്യാങ് ഫണ്ട് അവിടെ പോയാ. ഇനി സത്യം പറ ചന്ദ്ര, അണ്ണാ 600 കോടി ബോണ്ടാക്കാതെ ഞാൻ ചോദിക്കുന്നത് ലീഡറിനും കോ ലീഡറിനും മാത്രം ആക്സസ് ഉള്ളൂ. ഒരു ലീഡറും ഒരു കോ ലീഡറും നമുക്കിപ്പോ ഉള്ളത്. ഹീലിങ്സ് ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം ഇതാക്കിയല്ലോ. അതിന്റെയൊക്കെ കാശ് എവിടെ? അണ്ണാ ഹീലിങ്സ് എല്ലാം SRK കാശ് എല്ലാം ഉണ്ട്. കാശുണ്ട്. SRK എവിടെ? SRK വന്നില്ല ഇന്ന്. വന്നില്ല. എത്ര കോടി ഉണ്ടാവും SRK കടയില്? എല്ലാം കൂടെ ഒരു 20 കോടി. അതായത് നമുക്ക് ഞാൻ പറഞ്ഞുതരാണ്. അതായത് 40,000 വെച്ചിട്ടാണ് ഒരു ഇതിന് കിട്ടിയത്. ഒരു കാന്താരിക്ക് അങ്ങനെ എന്തോ ആണ്. ഒരു കാന്താരിക്ക് 40,000 വെച്ചിട്ട് അല്ല അത് മാക്സിമം നോക്കിയ ഒരു 50 കോടിക്കകത്ത് തന്നെ വരും. അത് അങ്ങനെ അത് നോക്കിയാണെങ്കിൽ ബാക്കി മാക്സിമം 50 കോടി. ബാക്കി മുച്ചിരി ഉണ്ടാ കഴിവാറ മോയി ഒരുത്തരി അടിച്ചു വന്നുണ്ടോ അവിടെ ഇട്ട്. അത് വിട് അണ്ണ. അണ്ണന്റെ 600 കോടി അണ്ണ ഈ ബോണ്ട് ആക്കിയില്ല. എടാ അത് ഗ്യാങ് ലോക്കറി വെച്ചെന്ന് ഞാൻ. ഇല്ല സുനാമി വരുന്നതിന്റെ തലേ ദിവസം ഞാൻ കൊണ്ട് വെച്ചെന്ന്. ഓഫ്ലൈനിലായിരുന്നു ഞാൻ. എന്നോട് മന്ദാരം പറഞ്ഞു കൊണ്ടുവെക്കാൻ. അണ്ണ അത് ഞാൻ ക്ലിയർ ആയിട്ട് നോക്കിയതാ. മന്ദാരം എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞടാ. ഫോൺ വിളിച്ച് പറഞ്ഞ് എന്നോട് കൊണ്ടുവെക്കാൻ. ഞാൻ കൊണ്ടുവെച്ചെന്ന്. അണ്ണാ എന്റെ എല്ലാം കൂടി ബോണ്ട് ആക്കിയപ്പോ തന്നെ 251 ബോണ്ടാണ് എന്റെ ഉണ്ടായിരുന്നത്. അതായത് 200 സംതിങ് കോടി. അടിയിലെ ലോക്കറിരുന്ന നമ്മൾ എല്ലാ സാധനങ്ങളും അടി മൂടി തപ്പി വലിച്ചു വാരി നമ്മള് ലോക്കറിരുന്ന ഒരു കുറച്ച് പൈസ എടുത്തായിരുന്നു. എത്ര രൂപ? ഇല്ല അത് കോമൺ ലോക്കർ ഉണ്ടായിരുന്ന കുറച്ച് പൈസ. നിന്നിലിപ്പോ ബാക്കി എത്ര ഉണ്ട്? ആണോ ബാക്കി എന്റെ 50,000 രൂപ ഉണ്ട്. ഇനി 50,000 രൂപയില്ലേ? അണ്ണാ ഞാൻ കാര്യം പറയട്ടെ. നിനക്ക് കോ ലീഡർ ആഗ്രഹമുണ്ടോ ടിവിയുടെ? ഇറങ്ങുവോ? ഞാൻ ഇറങ്ങും. ഇന്ന് തന്നെ ഇറങ്ങിയിട്ട് TK47 അവന്റെ ചുണ്ണി ജപ്പാനല്ലേ ഞാൻ പൊക്കോളാം. കാണുന്നില്ല, ദൈവത്തിനെ കാണുന്നില്ല. ദൈവത്തിന് ആരും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ചന്ദ്ര സ്റ്റുഡിയോ എടുത്താണോ? ഹെൽപ്പ് കഴിഞ്ഞു. ഒന്ന് മിണ്ടാ സംസാരിക്കുന്നെങ്കിലും. ഹലോ. അയ്യോ അല്ല, നമുക്ക് ജസ്റ്റ് അല്ല എനിക്ക് ഒരു പരാതി പറയാൻ വേണ്ടിട്ടായിരുന്നു. ഒന്ന് വരുവോ? ഞങ്ങളുടെ ഒരു 600 കോടി മിസ്സിംഗ് ആണ്. അതൊന്ന് തരണം. അണ്ണന് വേണ്ടി മുച്ചിരി കുനിഞ്ഞിരിക്കും. ഞാൻ പറയാം. 600 കോടി ഞങ്ങൾ ബോണ്ടാക്കാൻ വേണ്ടിട്ട് ലോക്കറിൽ കൊണ്ടുവച്ച് കൊടുത്തിരുന്നു. അന്നേരം അതെടുത്ത് ചന്ദ്രൻ ബോണ്ടാക്കാൻ വേണ്ടി കൊടുത്ത്. അത് എന്റെ ഇവിടുത്തെ എന്റെ അക്കൗണ്ടിൽ തന്നാ മതി എന്നാണ് ദൈവത്തിനോട് പറഞ്ഞത്. അപ്പൊ ദൈവം ഓക്കെ പറഞ്ഞായിരുന്നു. ചന്ദ്രന് കൊടുത്തതിന് POV ഉണ്ടോ? POV അതെന്താണ് മനസ്സിലായില്ലല്ലോ. ഇറക്കിയിട്ട് പറഞ്ഞുതരും എന്തിനാ. മതിയാ അത് മതിയാ ഉച്ചിരി. അല്ല POV അല്ല സിറ്റി റൂൾസ് എല്ലാവർക്കും അത് അടിമിനെ 200 കോടി ഉണ്ടാക്കിയല്ലേ. എസ്കോഡ് അപ്പൊ ദൈവം നമ്മൾ ഓൾറെഡി ഏൽപ്പിച്ചായിരുന്നു. അപ്പൊ എനിക്ക് ഇവിടെ എന്റെ ബോണ്ട് ഞാൻ ഇവിടെ ഇതെടുക്കാൻ വരുമ്പോ എനിക്ക് ബോണ്ടായിട്ട് കിട്ടുന്നില്ല 600 കോടി.
ഇതൊരു ബോണ്ട് ഉണ്ടോ കയ്യില്? അല്ല എനിക്ക് ബോണ്ട് നോട്ട് പ്ലെയർ ഇത് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചോണ്ടിരിക്കുക. എന്റെ 600 കോടി എവിടെ പോയെന്ന് അറിഞ്ഞൂടാ. പറഞ്ഞല്ലോ ചന്ദ്രനല്ലേ കൊടുത്തത്? ചന്ദ്രനെ അല്ല ദൈവം പറഞ്ഞായിരുന്നു പുതിയ സിറ്റിയിൽ വരുമ്പോ ചന്ദ്രന്റെ കയ്യിൽ അല്ലാതെ അത് എന്റെ ആക്കി തരാം, അത് സെറ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് ഓക്കെ പറഞ്ഞതാ. ആണാ? ഇന്ന് പലരും ബാങ്കിൽ പോയിട്ട് കാശ് ബോണ്ടൊക്കെ മാറി കാശാക്കിയിട്ടുണ്ട്. അല്ല തെരുവിന് ചന്ദ്രൻ എനിക്ക് ഇത്ര ക്ലൂ തരാൻ പറ്റൂ. ആ കാശ് ഏത് രീതിയിൽ ചെലവാക്കി എന്നുള്ളത് കണ്ടുപിടിച്ചാൽ ചിലപ്പോ കളറിന് കിട്ടും. അല്ലല്ല, അത് ചന്ദ്രൻ ചെലവാക്കിയത് വേറെ ചന്ദ്രന്റെ പൈസയാണ്. അത് പ്രശ്നമില്ല. അതിന്റെ കാര്യമല്ല ഞാൻ പറയണേ. ഞാൻ പറയണത് എന്റെ ഒരു 600 കോടി ഉണ്ട്. അത് ബോണ്ടാക്കിട്ട് ചന്ദ്രൻ ആരെ ഏൽപ്പിച്ചിട്ടില്ല. ദൈവം നമ്മളോട് പറഞ്ഞ് പുതിയ സിറ്റിയിൽ വരുമ്പോ ഞങ്ങളുടെ കയ്യില് എന്റെ കയ്യില് ഞാൻ തന്നെ പോയി ബോണ്ടാക്കി ഇതാക്കിയാൽ മതി, എന്റെ കയ്യിൽ തന്നെ വരുമെന്ന് പറഞ്ഞ്. ഒരു സെക്കൻഡ് ഒന്ന് ദൈവം ഒന്ന് മാറി നിൽക്കാൻ ഞാൻ ഒരു കാര്യം സംസാരിച്ചിട്ട് അണ്ണ ഒന്ന് വരാമോ? അല്ല ചന്ദ്രൻ ഞാൻ അണ്ണ ശരിക്കും ആക്കിയില്ല. എടാ ചന്ദ്ര മിണ്ടാതിരിയടാ. അണ്ണ ഇവിടെ ആർപ്പ് കളിക്കില്ല. അവന് പ്രൂഫ് ഉണ്ടെങ്കിലേ തരത്തുള്ളൂ. പുറത്തായാലും പ്രൂഫ് ഉണ്ടെങ്കിൽ തരത്തുള്ളൂ. ഞാൻ നിന്നോടൊരു കാര്യം തന്നില്ല. ബ്ലാക്ക് മണി കൊടുത്ത് നമ്മള് ബ്ലാക്ക് മണി നമ്മുടെ എല്ലാ ബ്ലാക്ക് മണി കുറെ കോടിക്കണക്കിന് ബ്ലാക്ക് മണി മിസ്റ്റർ എക്സിന്റെ ഉണ്ട്. അത് നമുക്ക് തിരിച്ച് അതേപോലെ മിസ്റ്റർ എക്സ് പൈസ തന്നില്ലേ? മിസ്റ്റർ എക്സിൻ അതേനാ മിസ്റ്റർ ഞാൻ മിസ്റ്റർ എക്സിനെ ഒന്ന് വിളിച്ചോട്ടെ. ഒരു സെക്കൻഡ്. അണ്ണാ തന്നില്ല. എന്തിനാണ് എന്നെ സംശയമാണ്? നിന്നെ സംശയമാണ്. മിസ്റ്റർ എക്സിനെ എങ്ങനെയാണ് കോൺടാക്ട്? എടാ മിസ്റ്റർ എക്സിനെ ഇവിടെ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുന്നത്? ചന്ദ്രൻ ചേട്ടൻ ഹലോ. എടാ വെറുതെ ഓസിലിട്ടാ മതിയോ? ഇല്ല ഇതാണ് ഈ കൊച്ചു മിസ്റ്റർ എക്സാ. ഹലോ ആ കുട്ടി ഹലോ ഹലോ കേക്കോ? ഹലോ മിസ്റ്റർ എക്സ് ആണോ? അതെ മിസ്റ്റർ എക്സ് ആണ്. ഒന്ന് വരുമോ? മരത്തിന്റെ ചുവട്ടിൽ നിന്ന് സംസാരിക്കാം. ആഹാ എന്ത് രസം. ഈ മിസ്റ്റർ എക്സിന് കൊടുത്ത് നമ്മൾ ബ്ലാക്ക് മണി കൊടുത്ത് പൈസയൊക്കെ അവര് തിരിച്ച് നമുക്ക് തരാനുള്ള സമയമായോ? ഇല്ലില്ല, അത് ഇപ്പോഴായില്ല. കാരണം നിങ്ങളുടെ വീടും ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൊണ്ടുവരുന്നേ കുറച്ച് ടൈം എടുക്കും അതിന്. എന്താ മോനെ? ഒരു കോടി തരാണ്ടോ? ആ ചിങ്ങായി പറഞ്ഞു തരാന് അവിടെ. എന്റെ സഹോദര, എന്റെ ഇതാ ഈ തോളത്തിട്ടേക്കുന്ന സഞ്ചി മാത്രമേ ഉള്ളൂ. ഇനി ബാക്കി കൊടുക്കാൻ എല്ലാവർക്കും പൈസ കൊടുത്ത്. അങ്ങേര് പറഞ്ഞു തരാനേ. ആർക്ക്? എനിക്ക്. അങ്ങേരാരാ? അവിടെ ചന്ദ്രനോട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ചന്ദ്രനോട് തന്നെ ചോദിക്കണം. കള്ളൻ. പിന്നെ അച്ഛനും ഇത് തന്നെയല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞത് ഞങ്ങൾ ഓൾറെഡി അതിങ്ങനെ കൊണ്ടുവന്നോണ്ടിരിക്കുന്നുള്ളു. അപ്പൊ ഇങ്ങനെ അറിയാലോ ഇവിടെ കുറെ ഫാമിലീസ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരുടെ കണക്ക് ഞങ്ങളുടെ സേഫ് ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോ കുടുംബക്കാരെയും വിളിച്ച് നിങ്ങളുടെ ഞാനൊരു പ്രത്യേകമായിട്ടൊരു കാര്യം പറയാം. മിസ്റ്റർ എക്സിന്റെ പൈസ ടിവിയിലെ വേറെ ആരെ ഏൽപ്പിക്കരുത് കേട്ടോ. ഞാൻ അതായത് പരുന്ത് വാസു എന്നാണ് എന്റെ പേര്. ഞാൻ ഡയറക്റ്റ് ഒന്ന് മേടിച്ചോളാവേ. നമ്പർ തരുമോ? എന്റെ നമ്പർ നാളെ മാറുമായിരുന്നു. 3333 ആണ് എന്റെ നമ്പർ. നാളെ തൊട്ട് 3333 ആയിരിക്കും. എന്നാലും ഞാൻ എന്റെ എമർജൻസിക്ക് ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്ത് തരാം. ലൂസിയ അല്ലേ? ലൂസിയ. എനിക്ക് ലൂസിയുടെ നമ്പറോടെ ഒന്ന് തരുമോ? എന്താ അരയിൽ കെട്ടാനുള്ള ബെൽറ്റ് എടുത്ത് കഴുത്തിൽ കെട്ടേക്കണേ? ഞാനൊരു ഷോയ്ക്ക് പോയിട്ട് വരികയായിരുന്നു. ഷോക്കൊക്കെ പോണെങ്കിൽ ബെൽറ്റ് കഴുത്തിലിടോ? ഫാഷൻ ഷോ. അതാ ചോദിച്ചേ. നീ എന്താ ചന്ദ്ര പട്ടിയുടെ ചക്കല എടുത്ത് കഴുത്തിലിട്ടിരിക്കണേ? ഇത് കാണുന്നില്ല കേട്ടോ. എന്നെ കാണുന്നില്ലേ? അല്ല ഞാൻ വിളി. cannot be reached. ഈ നമ്പറോ? എനിക്ക് എങ്ങനെ കാണിക്കുന്നേ? അല്ല നമ്പർ എനിക്കൊന്ന് ഷെയർ ചെയ്തേ ലൂസിയുടെ. അപ്പം കിട്ടിയോ? കിട്ടി. ഞാൻ വിളിച്ചു. കുട്ടി സിംഗിൾ ആണോ? എന്തോ സിംഗിൾ അല്ല. മിസ്റ്റർ എക്സിലെ ഒരാൾ ഭർത്താവുണ്ട് കുട്ടിക്ക്. ഇല്ല കുട്ടി ഈ കുട്ടി സിംഗിളാ? സിംഗിൾ അല്ലേ കുട്ടി?
കുട്ടി സിംഗിൾ അല്ലേ? പേഴ്സണലായിട്ട് ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യാറില്ല. അല്ല സിംഗിൾ എന്ന് പറയുന്നത് പേഴ്സണൽ മാറ്റർ അപ്പൊ ഇങ്ങനെയാണോ ചോദിക്കുന്നത്? സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? കഷ്ടം, പെണ്ണിനെ കാണാത്ത പോലെ. ഭാര്യ ഇല്ലടാ, ഭാര്യയും കൊച്ചൊക്കെ ഇല്ലേ? അല്ലല്ല കാര്യമില്ല. എന്റെ അടുത്ത് ദേ ഇവൻ പറഞ്ഞ്, എന്റെ അടുത്ത് ഇതാദിക്കുന്ന പയ്യൻ പറഞ്ഞ് ഈ കുട്ടിയുടെ കുട്ടിയുമായിട്ട് ഇത് ഇന്ന് നടന്നു പോണ കണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞ് അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അല്ല, ആ കൊച്ചിനെ കണ്ടറിഞ്ഞൂടെ, ആ കൊച്ചിനെ കണ്ടറിഞ്ഞിട്ട് കെട്ടിയിട്ട് കൂടി ഇല്ല എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവന് ഞാനും കൂടെ അതാണ് മദാരം ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ചന്ദ്ര ഇതൊന്നും ഡീൽ ചെയ്യോ? അവന് പുസിക്കാറ്റ് വാങ്ങിച്ച കുട്ടിയാണോ? അവിടെ ആരടാ പണ്ടേ എന്താ മോനെ നിനക്ക് പ്രശ്നം? അല്ല ജൂഡ എന്നെ കരയിപ്പിക്കും, ഞാൻ ഓനെ കരയിപ്പിച്ചാ. കണ്ട പൂച്ചയെ കൊണ്ട്. അപ്പൊ നടക്കട്ടെ. പൂച്ചയുടെ പേരൊക്കെ ബ്രിഡ്ജു എന്നാ. സംസാരിക്കണം പൂച്ചേനോട്. ആ സംസാരിക്കണം. വെയിറ്റ് ബ്രിജു ഒരു 3 പ്രാവശ്യം ബ്രിജു കളി. ബ്രിജു ബിജു ബ്രിജു ആ പറയ്. വിർജി ആരാന്ന്? അവനെ വിളിച്ചേട്ടാ ക്രോസ് ആണോ ഇത്? മന്ദാരത്തിന്റെ ചന്തിന്റെ നീ എന്തിനാണ് ഇങ്ങനെ തല ഉലുക്കണേ? മൂത്രം മുട്ടിക്കുന്നുണ്ടാവും. ഇവനൊരു 1 കോടി കൊടുക്കണം. എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല അത്. അണ്ണ ഞാൻ കാര്യം ചെയ്യട്ടെ, അണ്ണ മാത്രം കൊണ്ടു ഒരു കാര്യം ചെയ്യട്ടെ. ചന്ദ്ര കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് തികച്ച് 1 കോടി ഉണ്ടാണ് ഞാനൊക്കെ. അണ്ണ നമ്മള് അണ്ണ ഞാൻ വാങ്ങിച്ചിട്ട് കാർ കണ്ടാ 300 കോടി കൊടുത്ത് സിറ്റിയിലെ എക്സ്ക്ലൂസീവ് കാർസ്. അണ്ണാ ഇനി ആ 3 കാർ സിറ്റിയിൽ വരൂല ഇനി. അണ്ണാ അണ്ണാ ഈ 3 വണ്ടി വെച്ച് വേണം എനിക്ക് ഇനി ജീവിക്കാൻ, എല്ലാരും ഊമ്പിച്ച് വിടാൻ. ഈ വണ്ടി ഞാൻ ഉണ്ടല്ലോ ഇനി കോടികൾക്ക് വേണം മറിക്കാൻ എനിക്ക്, ഇനി കോടികൾ. മുതുക്കിൽ ആൾക്കാരുണ്ടാവും മരിക്കാൻ. ഹലോ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഡ്രസ് വരാൻ പോയതാ. ഞാനിവിടെ ഉണ്ടല്ലോ. പച്ചമുടി എന്താടാ പൈസ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. പൈസ ഉണ്ടാണ് കുറച്ച് കഷ്ടപ്പെട്ടാണേ. പൈസ ഇല്ലെങ്കിൽ സഹായിക്കാം. നമുക്ക് പൈസ, നമ്മുടെ പൈസ ഇല്ലെങ്കിൽ ഇതുപോലത്തെമാരെ കാണേണ്ട വരും. ജീവിതത്തിൽ അൾട്ടിമേറ്റ്. അത് ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യണം. അണ്ണൻ വേണേ കുറച്ച് കാശ് തരാമേ. എത്ര രൂപ? അണ്ണാ ഐഡിയ പറ അണ്ണാ. ഒരു എന്റെ ഇപ്പം അമ്മയാണ് ഞാൻ ഉള്ള കാര്യം പറയണം. എന്റെ 10 100 അണ്ണ എന്റെ ഒരു 50,000 രൂപ അണ്ണാ. ഈ സിറ്റിയിൽ പിച്ചക്കാരന് ജീവിക്കാൻ പോലും ഇവിടെ ഒരു 2 കോടിയെങ്കിലും വേണം മിനിമം ഒരു ദിവസം. നീ എവിടെ ഉണ്ട്? 50 കോടി 1 കോടി നീ ഇങ്ങോട്ട് വന്നേ ആശേ. 70 97. ഇങ്ങോട്ട് വാ. ഭയങ്കര പ്രശ്നത്തിലാണ് ആശയ കാര്യങ്ങളൊക്കെ. എന്ത് പറ്റിയാണ്? എനിക്കാണെ കുറച്ച് ഫണ്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. നിന്റെ എന്തേലും ഇരിപ്പുണ്ടോ? ഇങ്ങോട്ട് 500,000 കോടി ഇല്ലാണ് ഡെയിലി. എന്താ 500 കോടിയും കണ്ടില്ല. 500 5,000 കോടി എന്നോട് ചോദിക്കാൻ. എടാ 600 കോടി അപ്പുറത്തെ സിറ്റിയില് വെള്ളമായി പോയി സുനാമിയില്. വെള്ളമായി പോയല്ലേ? എന്തേലും ഉണ്ടോ കയ്യില് മറയ്ക്കാൻ? തരാട്ടോ. ബാങ്കിലാണോ കയ്യിലാണോ? ബാങ്കില്.
എന്റെ മൊത്തത്തിൽ ആണ് ഒരു 120 കോടിയേ ഉള്ളു. എടാ, ഒരു 100 കോടി തന്നാ ബാക്കി കാര്യം അപ്പൊ ഞാൻ പിച്ചക്കാരനായി അണ്ണാ. 200 കോടിയായിട്ട് മറ്റന്നാ തിരിച്ചു തരും. മറ്റന്നാ 200 കോടിയായിട്ട് തിരിച്ചു തരും. ഇത് എന്റെ വാക്കാ. അണ്ണാ, ഇത് പരിതുവാസി. കഴിഞ്ഞാ അണ്ണനെ അടുത്ത മാസം എനിക്ക് കാണാൻ പറ്റത്തുള്ളത് എനിക്കറിയാലോ അണ്ണാ. എടാ ഇപ്പൊ അങ്ങനെ പറയരുത്. നീ കഴിഞ്ഞ 1-2 മാസമായിട്ട് ഏത് ദിവസമാണോ ഞാൻ സിറ്റിയിൽ ഇല്ലാത്ത? ഏത് ദിവസം? ശരിയാണ്. ആ പറ. അതെ തരാണ്. നിനക്ക് എന്നെ വിശ്വസിക്കാം. തരും. നീ എന്നെ കോണ്ടാക്ട് ആഡ് ചെയ്യോ? നമ്മള് എടാ ടിവിയിൽ ഒരു മെമ്പറായിട്ട് എന്റെ നമ്പർ ആഡ് ചെയ്തിട്ട് ആഷ് റൂട്ടൽ ഞാൻ സേവ് ചെയ്യട്ടെ. ആഷ് മോൻ. എനിക്ക് ഒരു മിനിറ്റ് എഡിറ്റ് ചെയ്യട്ടെ. നിന്നെ നാട്ടുകാർ വിളിക്കണല്ലേ, എനിക്ക് നീ മോനല്ലേ? ആഷ് മോൻ. 100 കോടി കിട്ടി കഴിയുമ്പോ മോന്റെ അവിടെ വേറെ ഒന്നും വരരുത്. ഒന്നും വരില്ല. ആഷ് മോൻ ടിവി. എങ്ങനെ അയക്കുന്നേ? ഈ ബാങ്ക് ഒക്കെ ഉണ്ട്. ചിലപ്പോ ഞാൻ കത്തിപ്പം കേട്ടണ്ണാ. ഇപ്പം ഇപ്പൊ കത്തിപ്പോലെ ഞാൻ വെയിറ്റ്. ഇവിടെ തന്നെ ഉണ്ടാവേ. ഇവിടെ തന്നെ വരണേ. 50 മതി. അല്ലല്ല 100 വേണം. ആവശ്യമുണ്ട്. ഇവരൊക്കെ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസയല്ലേ? അണ്ണാ നമ്പർ കിട്ടിയില്ല അണ്ണന്റെ. നമ്പർ ഇപ്പൊ ഷെയർ ചെയ്തോ. ഇവരൊക്കെ എ ക്ലാസ് കളറല്ലേ? പിന്നെ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ 50 മേടിച്ചെന്താ 100 മേടിച്ചെന്താ? അണ്ണാ പുതിയ വണ്ടിയാണ് അണ്ണാ. ഒന്ന് അനുഗ്രഹിക്കണേ അണ്ണാ. എവിടെ ഇടിച്ചു ചാവട്ടെ. കാണിക്കുന്നുണ്ട്. അണ്ണാ പുതു വണ്ടി അണ്ണാ ഒന്ന് ഓടിക്കണോ? താല്പര്യമില്ല. ചന്ദ്ര എവിടെ വാ? എടാ അത് 10 കോടിയാണ്. 10 കോടിയാണ്. 90 കോടിയുടെ വരെ ഉണ്ട്. 90 കോടിയുടെ. എന്നാലും ഞാൻ കഴിഞ്ഞ സിറ്റിയില് ചോര നീരാക്കി 600 കോടി. എത്ര രാത്രി ഉറക്കമില്ലാതെ ഗ്രൈൻഡ് ചെയ്തതാ. ഇനി അതുപോലെ ഇരിക്കണം. പൈസ വല്ലതും ഉണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ട്. 100,000 10,000 ലാക്ക് 10 ലാക്ക് ക്രോർ 10 crore. കിട്ടിയില്ലേടാ 100 കോടി? പിന്നെ അല്ലാതെ എന്ത് കീഴിലോട് ആശതി. ഞാൻ വിചാരിച്ചു നീ മറ്റേ വെടിവെക്കാൻ വേണ്ടി മാത്രം കേറുന്ന ഒരു പയ്യനാണെന്ന് വിചാരിച്ചല്ലോ. നെക്സ്റ്റ് ലെവലിലേക്ക് പോയി. ഇല്ല ഒന്നും തന്നില്ല. അശ്വിനൊന്നും മേടിച്ചില്ല. ആശ് കൊച്ചിന് വന്നേ. ഇവനൊക്കെ മറ്റേ പെമ്പിള്ളാരുടെ അടുത്ത് ഒപ്പിക്കുന്ന പൈസയല്ലേ ഇതൊക്കെ? നമുക്ക് അറിഞ്ഞൂടെ കള്ളനാണെന്ന്? ഇവരൊക്കെ കള്ളന്മാരല്ലേ? ജൂടെ എവിടാടാ? എടാ 70-93 വന്നേടാ. ചന്ദ്ര നിന്നെയല്ല. നീ നിന്റെ പുതിയ കാറിൽ കറങ്ങിക്കോ. പറഞ്ഞു ആ കാറേ ഓടിക്കണേന് തന്നെ 10 ലക്ഷമാണ്. 10 ലക്ഷം. അല്ല എനിക്ക് ഓടിക്കണ്ട. അല്ലല്ല അണ്ണന് അന്റെ കാശ് വാങ്ങിക്കേ. എനിക്ക് വേണ്ട. ഞാൻ പറയാൻ വന്ന ഏറുണ്ടോ? ഇതെവിടെ നിൽക്കണം? ഇത് ഞാനൊരു 100 കോടിക്ക് മേടിച്ചതാണ്. 150 കോടി ഞാനിപ്പോ ഇത് വിൽക്കാൻ വെച്ചിരിക്കുക. 150 കോടി. 150 കോടിക്ക് ഞാൻ വിൽക്കാൻ വെച്ചിരിക്കുക. ഇല്ല അതാണ് വാടകയ്ക്ക് 10 ലക്ഷം രൂപ. ഇല്ല വാടകയില്ല. 150 കോടി റെഡി ക്യാഷ്. 300 തരാന്ന് പറഞ്ഞ 2 ദിവസം കഴിഞ്ഞിട്ട്. അണ്ണാ പൊട്ടു. അണ്ണ വെടിച്ചേ നോക്കട്ടെ. പൊട്ടും സംശയമുണ്ടോ? സംശയം എൽഎസ്റ്റിന്റെ തലക്ക് ചാവും നോക്കട്ടെ. എൽഎസ്റ്റിന്റെ തലക്കെന്ന് വെച്ചേ. അന്ന് എന്റെ തലക്കാ വെച്ചത്. ഇന്നും എന്റെ തലക്കാ വെച്ചത്. ടെസ്റ്റ് ചെയ്യാൻ. അണ്ണ എന്താ വിളിച്ചേ? അല്ല ഞാൻ ചന്ദ്ര സിറ്റിയിലെ ഞങ്ങളിത് വന്ന സമയത്ത് ഒരു 15 പേരിലുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പതാവൻ പറഞ്ഞപ്പോഴേ ഞാൻ അറിയണം ഇതിപ്പോ 2 പേരുടെ കയ്യിലേ ഉള്ളൂ. 2 പേരുടെ കയ്യില്. ഒന്ന് അഡ്മിൻ ജില്ല, ഒന്ന് കാർലോടെ കയ്യില്, ഒന്ന് എന്റെ കയ്യില്.
അപ്പൊ എനിക്ക് ഇനി ഞാൻ പറയണതാണ് വില. ഇപ്പൊ ഇത് തോക്ക് മേടിക്കാൻ ഒരാൾ വിളിച്ച് ഒരു 300 CR എന്ന് പറഞ്ഞു. അണ്ണാ ഞാൻ പുള്ളിയെ ഒന്ന് കണ്ടിട്ട് എന്റെ കിടക്കണ ആ 2 വണ്ടിയും കൂടി 300 കോടി വാസു ഒരേ നിമിഷം ഒരേ നിമിഷം ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. പുള്ളിയെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ പുള്ളിയെ ഒന്ന് കണ്ടിട്ട് വരാം. 300 കോടിക്ക് പുള്ളി ഓക്കെയാണ്. അണ്ണ ഇങ്ങോട്ട് വാസു, ഇങ്ങ വാ, ഇങ്ങ വാ, ഇങ്ങ വാ. டேய் அடே முடிச்சிரு ஒரே நிமிஷம்டா முடிச்சு அடே உன்கிட்ட மட்டும்தான் இப்ப தோக்கு இருக்கு அத வச்சு ஒரு 15 பேர் கிட்ட ஒரு கோடி எடுத்தாலும் முடிஞ்சிருச்சு. இப்ப 150 கோடி ஐ மீன் லைக் 10 கோடி எடுத்தாலும். சோ அதனால இன்னும் காசு மேடு அதிகமா சொல்லு. ഞാൻ പറഞ്ഞു 300 കോടി പറഞ്ഞു. 300 കോടി 300 கோடி அத்தரை உள்ளு. அதுவும் 300 கோடி ஓகே தான். சரி வா. നമുക്ക് ഇത് കൊടുക്കണ്ട, ഇത് കയ്യിലിരിക്കട്ടെ, കുറച്ചേരം നടക്കട്ടെ പറയാ. ஆமா லைசென்ஸ் வேணும்னு പറഞ്ഞു കൊടു അപ്പുറമോ. അണ്ണാ പറടാ. ചന്ദ്രൻ കുഞ്ഞിക്കാൻ പറഞ്ഞു AR കൊടുക്കോ? പിന്നെ അവന്റെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം ഞാൻ പൈസ കൊടുത്ത് മേടിക്കണേ. അണ്ണാ 2 ദിവസത്തേക്ക് മാത്രം. അണ്ണാ ഇവന്റെ അച്ഛൻ വന്ന് കുറിഞ്ഞിരിക്കും. അണ്ണാ ഞാൻ അതല്ല പറയാൻ വന്നേ. പറടാ. അണ്ണാ അല്ല ഒരു സെക്കൻഡ്. ഈ ഗണ്ണ് വെച്ച് കുറെ കാശുണ്ടാക്കാണ്ണ. ഇല്ല വെച്ച് കുഴപ്പമില്ല. ഒരാൾ റെഡി ആയിട്ട് 300 CR തരാന്ന് പറഞ്ഞു. 2000 CR ഉണ്ടാക്കി തരാ. ഇല്ല കുഴപ്പമില്ല. നമുക്ക് ആൾക്കാരെ പേടിപ്പിച്ച് വാങ്ങിക്കാന്ന്. ഇല്ലല്ല അത് കുഴപ്പമില്ല. എന്തിനു പേടിപ്പിക്കണം? പേടിപ്പിച്ചൊന്നും മേടിക്കാൻ. ഇതൊരാള് മേടിക്കാന്ന് പറഞ്ഞടാ. അണ്ണ ഒന്ന് ചിന്തിച്ചു നോക്ക്. 2000 കോടി ബിസിനസ് 2000 കോടി എങ്ങനെ പറ്റിച്ചുണ്ടാക്കൂ. എനിക്ക് ഈ ശാപം കിട്ടിയ പൈസക്ക് വണ്ടി കൊണ്ട് ഇടിച്ച് ഞാൻ മേടിച്ചോളാം. ശാപം ഞാൻ മേടിച്ചോളാം, കുഴപ്പമില്ല. 1000 CR അണ്ണന് 1000 CR അങ്ക് AR തിരിച്ചും തരാ. ഡീൽ. നിന്റെ പ്ലാൻ എന്തോ എന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇംപ്രസ് ആയ തരാം. അത് എക്സ്പ്ലെയിൻ ചെയ്താൽ എന്റെ ലീക്ക് ആയില്ലേ, എന്റെ സീക്രട്ട് പൊളിഞ്ഞില്ലേ? അത് ശരിയാ.